പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കാവൽ കരുതൽ പദ്ധതിയുമായി പോലീസ്. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും വെള്ളിയാഴ്ച SHOയുടെ നേതൃത്വത്തിൽ യോഗം ചേരണം. യോഗത്തിൽ ലഭിക്കുന്ന പരാതികൾ 24 മണിക്കൂറിനുള്ളിൽ പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജില്ലാ പോലീസ് മേധാവികൾക്ക് കൈമാറാനും നിർദ്ദേശമുണ്ട്. പോലീസിലെ ആത്മഹത്യകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഉത്തരവിന്റെ പകർപ്പ് ജനം TVക്ക് ലഭിച്ചു. പോലീസുകാരുടെ മാനസികാരോഗ്യത്തെക്കുറിച്ച് ഗൗരവകരമായ ചോദ്യങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ പരാതികൾ കേൾക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും പല തലങ്ങളിൽ സൗകര്യമൊരുക്കുകയാണ് പോലീസ്. സ്റ്റേഷൻ തലത്തിൽ രൂപീകരിക്കുന്ന സമിതിയിൽ SHO മുതൽ ADGP തലത്തിൽ വരെ പോലീസുകാർക്കും കുടുംബാംഗങ്ങൾക്കും ഇനി നേരിട്ട് പരാതി ബോധിപ്പിക്കാം. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ ഇത് സംബന്ധിച്ച സർക്കുലർ ജില്ലാ പോലീസ് മേധാവിമാർക്കും റേഞ്ച് ഐജിമാർക്കും ഇന്നലെ വൈകിട്ടോടെ അയച്ചു. കാവൽ കരുതൽ എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതി ഉടനടി എല്ലാ ജില്ലകളിലും തുടങ്ങിവെക്കാനാണ് നിർദ്ദേശം. സ്റ്റേഷൻ തലത്തിൽ രൂപീകരിക്കുന്ന സമിതിയിൽ SHO, റൈറ്റർ, ഒരു വനിതാ ഉദ്യോഗസ്ഥ എന്നിവരെ കൂടാതെ അതത് സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരും പോലീസ് അസോസിയേഷൻ പ്രതിനിധിയും ഉൾപ്പെടും. പരാതിക്കാരെ കേൾക്കാൻ വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:30 എല്ലാവരും ഒന്നിച്ചിരിക്കണം. SHOയ്ക്ക് അസൗകര്യമുണ്ടായാൽ മറ്റാരെയും ഏൽപ്പിക്കരുത്. സൗകര്യപ്രദമായ ഏറ്റവും അടുത്ത സമയം നിശ്ചയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇവിടെ പരിഹരിക്കാൻ കഴിയാത്ത പരാതികൾ ജില്ലാ പോലീസ് മേധാവിക്ക് അയച്ചാൽ അവിടെയും തിങ്കളാഴ്ചകളിൽ ഈ മട്ടിൽ പരാതിക്കാരെയും കുടുംബാംഗങ്ങളെയും കേൾക്കാൻ SP അടക്കം എല്ലാവരും ഒന്നിച്ചിരിക്കും. SPക്ക് അസൗകര്യമുണ്ടായാൽ മറ്റാരെയും ഏൽപ്പിക്കരുത്. സൗകര്യപ്രദമായ ഏറ്റവും അടുത്ത സമയം നിശ്ചയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. തിരുവനന്തപുരത്തേക്ക് എത്തേണ്ടി വരുന്ന ഉദ്യോഗസ്ഥർക്ക് അതിനാവശ്യമായ അവധി ഡ്യൂട്ടിയായി പരിഗണിച്ച് നൽകണമെന്നും ADGPയുടെ സർക്കുലർ പറയുന്നു. അതേസമയം അവധി ചോദിക്കുന്ന പോലീസുകാരും മേലുദ്യോഗസ്ഥരും തമ്മിൽ പോലീസ് സ്റ്റേഷനിൽ പരസ്യ തെറിവിളി നടക്കുകയും അതെല്ലാം വീഡിയോ റെക്കോർഡുകളായി പുറത്തു വരികയും ചെയ്തിട്ടും ഗുണകരമായതൊന്നും സംഭവിക്കാത്ത നിലവിലെ സാഹചര്യത്തിൽ ഈ നിർദ്ദേശങ്ങളുടെ പ്രായോഗികതയിൽ പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.